പുസ്തകങ്ങൾക്ക് മൂല്യമില്ലാതായാൽ ആശയങ്ങൾക്ക് തന്നെ മൂല്യമില്ലാതാകുമെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ പുതുതായി നിർമ്മിച്ച വാഗ്ബടാനന്ദ ഗുരു മീഡിയ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ. പുസ്തകങ്ങളായിരുന്നു ഒരു കാലത്ത് മനുഷ്യന്റെ പ്രാണവായു. അതിലൂടെയാണ് അവർ ലോകം കണ്ടത്. കാലം മാറ്റങ്ങൾ ഉണ്ടാക്കിയതോടെ ഓൺലൈൻ വായനാ സംസ്കാരമുണ്ടായി. എന്നാൽ പലപ്പോഴും ഓൺലൈൻ വായന നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വഴിമാറുന്നുണ്ട്. പഴയ കാലത്ത് അറിവുകളെ സ്വാംശീകരിക്കാനായിരുന്നു പ്രസാധകർ ശ്രമിച്ചിരുന്നതെങ്കിൽ തങ്ങൾക്ക് അപകടമായി മാറുന്നതിനെ തമസ്കരിക്കാനാണ് പുതിയ ലോകം ശ്രമിക്കുന്നത്. ഗൂഗിളിലും വിക്കിപീഡിയയിലും കിട്ടുന്ന വിവരങ്ങൾക്ക് മുകളിൽ നിയന്ത്രണ ശക്തികളുണ്ട്. അറിവ് നേടാൻ പുതുതലമുറയും പുസ്തകങ്ങളെ തന്നെ ആശ്രയിക്കണമെന്നും പ്രസ് ക്ലബ് ഉണ്ടാക്കിയ റഫറൻസ് ലൈബ്രറി അതിന് മുതൽക്കൂട്ടാവേണ്ടതുണ്ടെന്നും മേയർ പറഞ്ഞു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെയും അതുപോലെ ബാക്കിയുള്ളവരൊക്കെ പുസ്തകങ്ങൾ വളരെ പഴയ പുസ്തകം എന്ന് പറഞ്ഞ് വളരെ പുച്ഛിക്കും. പക്ഷെ അതിന്റെ വില വേണ്ടവർക്കറിയാം. ആരറിയും? അറിവോർ അറിയും എന്നാണ്. ആ അറിവോർ എന്നത് ഓരോ മേഖലയിൽ ഓരോരുത്തരാണ്. അതുകൊണ്ട് അവർക്ക് അതിന്റെ നില അറിയും. പുതിയ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, പഴയ പുസ്തകമാണ് എന്ന് കരുതി നിങ്ങൾ തള്ളിക്കളയരുത്. അതിന്റെ ഒരു പിന്തുടർച്ചയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന എല്ലാം. എന്തും തുടങ്ങിയിട്ട് അങ്ങനെ വളർന്ന് 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 ഡെവലപ്മെന്റ് എന്ന് നമ്മൾ പറയും, മാറ്റം എന്ന് നമ്മൾ പറയും. ഈ ഡെവലപ്മെന്റ് ഇല്ലാതെ ഒന്നും ജീവിക്കാൻ കഴിയില്ല. അത് മരിച്ചു പോകും ഇടയിൽ വെച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ജീവന്റെ തുടക്കം മറ്റു ചില സ്ഥലങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് അതിനെയൊന്നും നിങ്ങൾ പുച്ഛിച്ച് കളയരുത്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എം ഫിറോസ് ഖാൻ അധ്യക്ഷത വഹിച്ചു. ULCC മാനേജിംഗ് ഡയറക്ടർ എസ് ഷാജു, KUWJ സംസ്ഥാന സെക്രട്ടറി അഞ്ജന ശശി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി PS രാകേഷ് സ്വാഗതവും ട്രഷറർ PV നജീബ് നന്ദിയും പറഞ്ഞു. സുവർണ ജൂബിലിയോടനുബന്ധിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പിന്തുണയോടെയാണ് ആധുനിക രീതിയിൽ ലൈബ്രറി നിർമ്മാണം പൂർത്തിയാക്കിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. NITയിലെ 33 kV സബ്സ്റ്റേഷൻ മന്ത്രി K. കൃഷ്ണൻകുട്ടി നാടിന് സമർപ്പിച്ചു. ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്.